ഹായ് ഓൾ, വെൽക്കം ടു ദി ഇക്കണോമിക് മൈൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബേസിക് ഇക്കണോമിക് ടേംസ്, ഇക്കണോമിക്സിലുള്ള പ്രധാനമായിട്ടുമുള്ള കുറച്ച് ടേംസ്. അവ ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. സ്കേഴ്സിറ്റി, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, മോണിറ്ററി പോളിസി, മാർക്കറ്റ് ആൻഡ് സബ്സിഡി. ഈ 8 ടേംസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്കേഴ്സിറ്റി, ക്ഷാമം അല്ലെങ്കിൽ ദൗർലഭ്യം എന്നും പറയും. ദി ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഹൈലൈറ്റ്സ് ദി ബേസിക് ഇക്കണോമിക് പ്രോബ്ലം. വാൻസ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അതായത് ഒരു ഇക്കോണമി ഫേസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇക്കോണമി ഫേസ് ചെയ്യുന്ന അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഹ്യൂമൻ വാൺസില് മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾക്ക് യാതൊരു പരിധിയുമില്ല. എന്നാലോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസോ അത് ലിമിറ്റഡ് ആണ്. നമുക്ക് ആകെ കുറച്ച് റിസോഴ്സസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അതിനും എത്രയോ ഉപരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തതാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. സപ്ലൈയും ഡിമാൻഡും ഇക്കണോമിക്സിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പൊ എന്താ നമുക്ക് നോക്കാം. സപ്ലൈ റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് എ ഗുഡ് ഓർ സർവീസ് അവൈലബിൾ. നമുക്ക് മാർക്കറ്റിൽ എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര അളവിൽ ഏതെങ്കിലും ഒരു ഗുഡോ സർവീസോ അവൈലബിൾ ആയിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സപ്ലൈ. അതായത് ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ട് അല്ലെ, അവയെല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തു എന്ന് വിചാരിക്കുക, വിറ്റു. അത് എത്രത്തോളാണ് നമ്മൾ ആ മാർക്കറ്റ് കൊടുക്കുന്നത്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു എമൗണ്ട് ഓഫ് ഗുഡ് ഉണ്ടല്ലോ, എത്രത്തോളം ആ ഗുഡ് ഉണ്ട് എന്നുള്ളതാണ് എന്ത്, സപ്ലൈ എന്ന് പറയുന്നത്. എന്നാൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് റെപ്രസെന്റ്സ് ദി ഡിസയർ ഫോർ ഇറ്റ്. നമുക്ക് ആ ഗുഡിനോടുള്ള ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലല്ല നമ്മൾ അത് വാങ്ങുള്ളൂ. നമ്മളൊരു കടയിൽ പോയാൽ അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആവശ്യമുള്ള വസ്തു മാത്രമല്ലേ വാങ്ങുള്ളൂ. അപ്പൊ നമ്മുടെ ആവശ്യത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത്. ദീസ് ഫോഴ്സസ് ഇന്ററാക്ട് ടു ഡിറ്റർമിൻ പ്രൈസസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഇൻ എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിലുള്ള പ്രൈസും ക്വാണ്ടിറ്റിയും തീരുമാനിക്കുന്നതിൽ ഡിമാൻഡിനും സപ്ലൈക്കും വലിയ പങ്കാണുള്ളത്. ഇപ്പം പ്രൈസ് കുറയാണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു വസ്തുവിന് പ്രൈസ് കുറയുകയാണെങ്കിൽ ആ സാധനം വാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഒരുപാട് ഷോപ്പിലൊക്കെ ഡിസ്കൗണ്ട് കാണുമ്പോൾ എന്താ ചെയ്യാ, നമ്മൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള ആൾക്കാരൊന്നും ആവില്ല. പക്ഷെ അവർ ഡിസ്കൗണ്ട് കാണും. ഡിസ്കൗണ്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കുറഞ്ഞ വിലയല്ലേ ഉള്ളൂ, എന്നാ കുറച്ച് വാങ്ങിയേക്കാന്ന് പറഞ്ഞ് നമ്മൾ പോകൂലേ. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡും പ്രൈസും തമ്മിൽ അവിടെ എന്ത് റിലേഷൻ ആണുള്ളത്, ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. പ്രൈസ് കൂടിയാല് നമ്മളെ ഡിമാൻഡ് കുറയും, എന്നാൽ പ്രൈസ് കുറഞ്ഞാല് ഡിമാൻഡ് കൂടും. ക്ലിയർ. അടുത്തതാണ് എന്ത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദിസ് റെപ്രസെന്റ്സ് ദി വാല്യൂ ഓഫ് ദി നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ വെൻ എ ചോയ്സ് ഈസ് മെയ്ഡ്. അതായത് നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ പഴയതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ അവിടെ എന്ത് ചെയ്യാണ് ചെയ്യുക, ഒഴിവാക്കുകയാണ് ചെയ്യുക. പുതിയതായിട്ട് എന്തെങ്കിലും നേടണമെങ്കിൽ പഴയതായിട്ടുള്ള ഒന്നിനെ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പൊ ഉണ്ടാവുന്ന ആ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ചിലവുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ചൂസ് ടു സ്റ്റഡി ഇൻസ്റ്റെഡ് ഓഫ് വർക്കിംഗ്, ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ മണി യു കുഡ് ഹാവ് ഏൺഡ്. അതായത് നമ്മൾ ജോലിക്ക് പോകുന്നതിന് പകരം ഇപ്പോഴും പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ജോലിക്ക് നമ്മൾ പോയിരുന്നെങ്കിൽ നമുക്കൊരു എമൗണ്ട് ഓഫ് ഏർണിങ്സ് കിട്ടൂലായിരുന്നു. അതാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDP. കേട്ടിട്ടുണ്ടാവും. GDP measures the total value of goods and services that produced within a country's borders in specific time period, typically a year. ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ എത്രത്തോളം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്, GDP എന്ന് പറയുന്നത്. എന്നോട് പറയാം, GDP എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത പ്രദേശത്ത് അല്ലെങ്കിൽ അതിനൊരു രാജ്യത്ത് നമുക്ക് കണക്കാക്കാം. ആ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ എത്രത്തോളം ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ അളവിനെയാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ GDP നമ്മൾ ഓർക്കുക, നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യമാണെങ്കിൽ ഇന്ത്യന്റെ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ, ആ അതിർത്തിക്കുള്ളിലുള്ള
കാര്യങ്ങൾ മാത്രമേ നമ്മൾ GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് GNP. It measures total value of goods and services produced by a country's citizens and businesses regardless of where the production takes place. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അതിർത്തിയുടെ കണക്കൊന്നുമില്ല. അപ്പൊ ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു രാജ്യത്തിൽ ഉള്ള ആളുകൾ ആ രാജ്യത്തിന് പുറത്തായിക്കോട്ടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു രാജ്യത്തിലുള്ള സിറ്റിസൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിന്റെ എല്ലാം വാല്യൂ എന്തിൽ വരും? ഈ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ വരും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാർ പുറത്ത് പോയിട്ട് ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ജോബിൽ, അതായത് ഡോക്ടേഴ്സ് ഉണ്ടാവും, എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, നേഴ്സായിട്ടൊക്കെ പുറത്തു പോകുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഏർണിങ്സ് ഒക്കെ നമ്മളെ രാജ്യത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GNP-യിൽ വരും. എന്നാൽ ഈ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി ബിസിനസ് ചെയ്യുന്നതൊന്നും നമ്മളെ GDP-യിൽ കൂട്ടൂല. ക്ലിയർ? അടുത്തതാണ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി ഇൻവോൾവ്സ് ആക്ഷൻസ് ടേക്കൺ ബൈ എ സെൻട്രൽ ബാങ്ക് ടു മാനേജ് ദി മണി സപ്ലൈ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ടു ഇൻഫ്ലുവൻസ് ദി ഇക്കോണമി. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ അത് ആര് എടുക്കുന്ന ആക്ഷൻ ആണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ഏതൊരു രാജ്യത്തും ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടാവും. നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, RBI ആണ്. അപ്പോൾ ദിസ് ഇൻവോൾവ്സ് ആക്ഷൻസ് ടേക്കൺ ബൈ എ സെൻട്രൽ ബാങ്ക് ടു മാനേജ് ദി മണി സപ്ലൈ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു ഇക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള മണി സപ്ലൈയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന ഒരു ആക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? മോണിറ്ററി പോളിസി. അടുത്തതാണ് മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ പ്ലേസ് ഓർ മെക്കാനിസം വേർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇന്ററാക്ട് ടു എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ്. അല്ലെ, അതൊരു സ്ഥലമാണ്. അവിടെ എന്താ ചെയ്യാ? വാങ്ങുന്നവരും വിൽക്കുന്നവരും സാധനങ്ങളും സേവനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാണ്. നമുക്ക് തന്നെ നമ്മളിപ്പോ ഒരു കടയിൽ പോകുന്നു, നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങുന്നു, ആ വാങ്ങിയ സാധനത്തിന്റെ പൈസ കടക്കാരന് കൊടുക്കുന്നു. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സബ്സിഡി. എ ഗവൺമെന്റ് പേയ്മെന്റ് ഓർ ഇൻസെന്റീവ് ടു സപ്പോർട്ട് എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ ആക്ടിവിറ്റി. അതായത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിക്കോ വേണ്ടിയിട്ട് ഗവൺമെന്റ് നൽകുന്ന ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇൻസെന്റീവ് ആണ് എന്ത്? സബ്സിഡി. അപ്പൊ ഈ സബ്സിഡി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് വളരെ വലിയ പ്രയോജനമാണുള്ളത്. കാരണം ചില ആളുകളെ കയ്യിൽ ഒരുപാട് പൈസ ഒന്നും എടുക്കാനുണ്ടാവില്ല, എന്തെങ്കിലും ചെറിയ സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെങ്കിൽ. അപ്പൊ ഗവൺമെന്റ് എന്ത് പ്രൊവൈഡ് ചെയ്യും? സബ്സിഡി കൊടുക്കും. അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിലും അതിലും ചിലപ്പോൾ ഗവൺമെന്റ് സബ്സിഡികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വില കുറച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മളെ രാജ്യത്തുള്ള ജനങ്ങളുടെ വെൽഫെയർ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം അത് ഉറപ്പുവരുത്താനും വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേയ്മെന്റ് ആണ് എന്ത്? സബ്സിഡി എന്ന് പറയുന്നത്. ഈ സബ്സിഡി നമുക്കറിയാം, ആദ്യമൊക്കെ ഈ ഡൊമസ്റ്റിക് ഗ്യാസസ് ഒക്കെ ഇല്ലേ, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസസിലൊക്കെ സബ്സിഡി ഉണ്ടായിരുന്നു. അപ്പൊ ഇത്ര ഒരു എമൗണ്ട് കുറയും. So subsidy is the government payment or incentive to support a particular industry or activity. ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യാണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടാണ് എന്ത്? സബ്സിഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞ 8 കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ 8 എണ്ണമാണ് നമ്മൾ ഇക്കണോമിക്സിലുള്ള പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുന്ന ടേംസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ സ്കേഴ്സിറ്റി, ക്ഷാമം, പിന്നെ ഡിമാൻഡും സപ്ലൈ എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താന്ന് പറഞ്ഞു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്താ, അതുപോലെ തന്നെ മാർക്കറ്റ് എന്താ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.